മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിലെ എളമരം പ്രദേശത്തെ കനത്ത മഴയും ശക്തമായ കാറ്റും വ്യാപക കൃഷിനാശത്തിന് കാരണമായി. മപ്രം സ്വദേശി സലീം, എളമരം സ്വദേശി ഒസി അലി ഉൾപ്പെടെയുള്ള കർഷകരുടെ വാഴത്തോട്ടങ്ങളാണ് പൂർണ്ണമായും തകർന്നത്. വിളവെടുപ്പിന് വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പ്രകൃതിയുടെ ഈ തിരിച്ചടി. 8 മുതൽ 9 മാസം വരെ കഠിനാധ്വാനത്തോടെ വളർത്തിയ കുലവെട്ടാൻ തയ്യാറായിരുന്ന വാഴകൾ നിലംപൊത്തിയതോടെ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കൃഷിയിടങ്ങളിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി ധനസഹായം ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ശക്തമായ കാറ്റും മഴയിലാണ് നമ്മൾ വ്യാപകമായ നമ്മളെ കൃഷി നശിച്ചിട്ടുള്ളത്. നമ്മൾ 5-8 മാസം പോറ്റി വളർത്തി കുട്ടികളെ നോക്കിയുണ്ടാക്കിയ വാഴക്കൊലയാണിത്. ഇതിന് ഏകദേശം നമ്മൾ ഈ പാടശേഖരത്തിന് 6 ലക്ഷത്തോളം റുപ്യ നമ്മൾ ചിലവ് വന്നിട്ടുണ്ട്. ഈ കൃഷി നോക്കിയിട്ടുണ്ടാക്കുക ഏകദേശം ഒരു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാനുള്ള കൃഷിയാണ് നശിച്ചിട്ടുള്ളത്. നമുക്കിത് ഇവിടെ തന്നെ 6 ലക്ഷത്തോളം റുപ്യ നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്, നമ്മുടെ അധ്വാനം കൂടാതെ. അപ്പോൾ അതൊക്കെ വമ്പച്ച നഷ്ടത്തിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. നമ്മൾ ബാങ്ക് ലോണും മറ്റു കാര്യങ്ങളൊക്കെ എടുത്താണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. നമ്മൾ ആവശ്യത്തിന് കർഷകരെ സഹായിക്കാൻ ഗവൺമെൻറ് തയ്യാറിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ആത്മഹത്യയിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കർഷകരുടെ സ്ഥിതി നടക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം ഉണ്ടായ ശക്തിയായ കാറ്റും മഴയും കാരണം നമ്മൾ വാഴകൾ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതാണ്ട് കൊലച്ച് 2-2.5 മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് വിളവെടുപ്പാനായ സാധനമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. അപ്പം ഒരു 5000-ഓളം വാഴ ഉണ്ടായി, 80% വാഴ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറഞ്ഞ വാഴകൾ ബാക്കിയുള്ളൂ. 10,000-ലേറെ വാഴകൾ ഈ പ്രദേശത്ത് മാത്രം വിവിധ കർഷകർ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിൽ പലർക്കും വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. വിള ഇൻഷൂർ ചെയ്തിട്ടുണ്ടെങ്കിലും തുക ലഭ്യമായി വരുമ്പോഴേക്കും വലിയ ബാധ്യതയാകുമെന്ന് ഇവർ പറയുന്നു. കടമെടുത്തും ലോണെടുത്തും പണം കണ്ടെത്തിയാണ് കൃഷി ഇറക്കിയത്. മുൻവർഷങ്ങളിലെ കൃഷിനാശത്തിന് ഇൻഷുറൻസിലൂടെ ലഭിക്കേണ്ട തുക ഇതേവരെ ലഭ്യമായിട്ടില്ലെന്നതും കർഷകരെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. വിഷയത്തിൽ ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും അടിയന്തരമായി ഇടപെട്ട് കർഷകരെ ആത്മഹത്യാപരമായ നിലപാടിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.